ചേരുകയാണ്. അനുമോദ്, ഞാൻ മടങ്ങിയെത്താം. ശ്രീജിത്ത്, അവിടെ തെക്കേ ഗോപുര നട തുറക്കാൻ കാത്തിരിക്കുകയായിരിക്കും അല്ലേ പൂരപ്രേമികളും ഭക്തജനങ്ങളും? തീർച്ചയായും ആര്യ, തെക്കേ ഗോപുര നട ഈ പൂരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് വിളംബരം മുതൽ തെക്കോട്ടിറക്കം തുടങ്ങി ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെയും പ്രധാന വേദിയായി മാറുന്ന തെക്കേ ഗോപുര നട, ആ ഗോപുര നട ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷവും പൂവുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചുകൊണ്ട് ഒരുങ്ങുകയാണ് ഈ നട. എന്തായാലും ഈ അനുമോദനൊപ്പമാണ് നെയ്തലക്കാവിൽ അമ്മ വരുന്ന വരവ്, അത് ഇവിടേക്ക് എത്തണം. അതിനുശേഷമാണ് ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് ഈ നട തുറക്കുന്ന, ഈ നട തള്ളി തുറക്കുന്ന ആ ചടങ്ങ് ഉള്ളത്. അതോടുകൂടിയാണ് പൂരം ഇവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും വലിയ ആവേശം. ഈ ഇപ്പോൾ നേരത്തെ സംസാരിച്ച ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ 3 ദിവസത്തേക്കായി പൂരം. സാധാരണ ഒരു ദിവസം മാത്രം നിൽക്കുന്ന പൂരം അതിങ്ങനെ ഈ ഈ പകൽപൂരം ഒക്കെ ചേർന്നുകൊണ്ട് 3 ദിവസത്തേക്ക് അങ്ങ് വ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തെക്കേ ഗോപുര നട തുറക്കുന്ന പരിപാടി അടക്കം, അത് ആ ഒരു ചടങ്ങടക്കം വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ഇവിടെ ഈ ഗ്രൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ പതുക്കെ എത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. അതായത് സാധാരണ കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ളതുപോലെ വലിയൊരു തിരക്കിലേക്ക് തന്നെ കാര്യങ്ങൾ ഈ ഒരു വിളംബരത്തിന്, ഈ തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്ന ചടങ്ങിന് ഉണ്ടാകും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ മുൻകൂട്ടി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ സ്ഥലത്ത് എത്തുന്നു. ജനങ്ങൾ കൂടുതലായി എത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് കാണാറുള്ളത്. ഇവിടെ ഈ തെക്കോട്ടിറക്കമൊക്കെ നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അതിന് തൊട്ടു മുൻപ് വരെ വലിയ ആളൊന്നും ഉണ്ടാവില്ല. മഠത്തിൽ വരവും അങ്ങനെയുള്ള ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും ആളുകൾ ഉണ്ടാവുക. ഈ തെക്കോട്ടിറക്കമൊക്കെ തുടങ്ങുന്ന സമയത്തേക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ആളുകൾ വന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു ജനക്കൂട്ടം പൂരപ്രേമികൾ ഇവിടേക്ക് ഇരച്ചെത്തുന്ന കാഴ്ചയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഈ ഗോപുര നട തള്ളി തുറക്കുന്ന ചടങ്ങാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ട് ഒരല്പം അത്രയധികം ആള് തിങ്ങി നിൽക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ വൈകാതെ ഈ എഴുന്നള്ളത്തിങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് പിന്നെ വലിയൊരു തിരക്കിലേക്ക് ഈ ഒരു പ്രദേശം, ഈ തെക്കേ ഗോപുര നട ഉൾപ്പെടുന്ന പ്രദേശം മാറും എന്നാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഓരോ തവണയും പൂരത്തിൽ പങ്കെടുക്കുന്നവരുടെയൊക്കെ ഒരു അനുഭവം വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലേക്ക് പൂരം പോകുന്നു, പൂരത്തിലേക്ക് എത്തുന്നു തൃശ്ശൂർ. അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഇനിയുള്ള നിമിഷങ്ങൾ പൂരത്തിൻ്റെയും ആനയുടെയും അങ്ങനെ മേളത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളായി മാറുന്നു. ഇനിയുള്ള ഏതാണ്ട് 3 ദിവസം അതിലേക്ക് നീങ്ങുകയാണ് തൃശ്ശൂർ. തീർച്ചയായും ശ്രീജിത്താണ് വടക്കുന്നാഥ സന്നിധിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പൂരത്തിന്റെ ആവേശം അലതല്ലുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്താണ്. പൂര വിളംബരത്തിനായി നെയ്തലക്കാവിൽ അമ്മ വടക്കുന്നാഥ സന്നിധിയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഘോഷയാത്രയാണ് കാണുന്നത്. ഘോഷയാത്രയ്ക്കൊപ്പം CV അനുമോദ് ഉണ്ട്. അനുമോദ്, എത്ര മണിയോടുകൂടി അവിടെ എത്തിച്ചേരും ഘോഷയാത്ര? ആര്യ, 10 മണിയോടെ തൃശൂർ റൗണ്ടിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനുശേഷം 2 മണിക്കൂറോളം മേളം ഉണ്ട് മണികണ്ഠൻ പരിസരത്ത്. അതിനുശേഷമാകും വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് നെയ്തലക്കാവമ്മ പ്രവേശിക്കുക. പടിഞ്ഞാറേ നടയിലൂടെ കടന്ന് വടക്കുനാഥനെ വലം വെച്ച് തെക്കേ ഗോപുരനട തുറന്ന് അമ്മ പുറത്തിറങ്ങി പിന്നീട് പടിഞ്ഞാറേ നടയിലെ വിളംബരം നടത്തുന്ന നിലപാട് തറയിലേക്ക് എത്തും. നിലപാട് തറയിലെത്തി അവിടെ ശംഖനാഥം മുഴക്കുന്നതോടെയാണ് വിളംബരം നടക്കുക. എന്താണ് കാലാവസ്ഥയൊക്കെ അനുകൂലമല്ലേ? കാലാവസ്ഥ അടിപൊളി. ഇറങ്ങിയപ്പോ മഴയില്ല, നല്ല മഴയായിരുന്നു. ഇപ്പൊ മഴയൊന്നുമില്ല. ചാറ്റൽ മഴയൊക്കെ സൗകര്യമാണല്ലേ? ഇത് കുഴപ്പമില്ല. ഭയങ്കര മഴയായിരുന്നു, രാത്രി പേടിച്ചു പോയി. ഇപ്പൊ കുഴപ്പമില്ല. മേള എത്ര മണിക്കാണ്? 10 മണിയോടെ മേളം 10 മണി കഴിയും. 10-10:30. അതില് മേളത്തിന്റെ കമ്പടിയോടെ നേരെ വടക്കുന്നാഥ. അതെ, കാര്യങ്ങളൊക്കെ ഭംഗി. മഴ ഇല്ലാണ്ട് നല്ലതായി. ആര്യ, ഈ മഴ തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ മഴയായിട്ട് മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഈ മഴത്തുള്ളി നനഞ്ഞ് ഈ ആളുകളൊക്കെ ഭഗവതിയുടെ കൂടെ ദേശം വരേക്ക് അങ്ങനെ പോവുകയാണ് ചെയ്യുക. ഇതാണ് മഴ പ്രശ്നമാവോ?
മഴ പ്രശ്നമാകുമോ? മഴയൊന്നും ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. മഴേനെയൊക്കെ അതിജീവിക്കാവുന്ന തരത്തിലുള്ള ആവേശമാണ് പൂരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂര് നിലനിൽക്കുന്നത്. അപ്പൊ മഴയൊന്നും യാതൊരു പ്രശ്നമില്ല. ഈ ഓരോ തവണയും പൂര വിളംബരം എന്നത് ശരിക്കും പൂരത്തിന്റെ ആഘോഷത്തിന് സമാനമാവുകയാണല്ലോ അല്ലേ? പിന്നെ പൂര വിളംബരം പൂരത്തിനേക്കാൾ ആവേശത്തിൽ ആളുകളെ ഏറ്റെടുത്തതിന്റെ ലക്ഷണമാണ് കൂടെ കാണുന്നത്. അപ്പോ ഒരു തരത്തിലും പൂരം ഏതൊരു പ്രതിസന്ധിനെയും അതിജീവിച്ച് പൂരം വളരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പൂരത്തിനേക്കാൾ വലിയ ആവേശത്തിലേക്ക് പൂര വിളംബരം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. 12 മണിയോടെ ചടങ്ങുകൾ കഴിയോ? എന്താണ് 12 മണിയോടുകൂടി നമ്മൾ ഏകദേശം ഒരു 11:30യോടുകൂടി തൃശ്ശൂര് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ അതിനുശേഷം അവിടുത്തെ ചടങ്ങുകൾ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മഴയൊന്നും യാതൊരു പ്രശ്നവുമില്ല. 1 മണിയോടെ തിരിച്ചു വരും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വഴി നീളെ പ്രസാദങ്ങളൊക്കെ ആനയ്ക്ക് പഴങ്ങായിട്ടാണെങ്കിലും ഭഗവതിക്കുള്ള നിവേദിയായിട്ടാണെങ്കിലും ആളുകൾ മുഴുവൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച. അത് ശരിക്കും ഈ പൂരം എങ്ങനെ എല്ലാ വീടുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു കാഴ്ച. പൂരം ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അത് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഭഗവതിക്ക് സമർപ്പിക്കാം, അല്ലെങ്കിൽ കണിവെള്ളരിയും കക്കരിക്കും ഒക്കെ സമർപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അതിന് കൊടുക്കുന്നതാണ്, ആനയ്ക്ക് കൊടുക്കുന്ന കാണാൻ മതി. അങ്ങനെയുള്ള കാഴ്ചകളാണ് ഈ ഒരു വഴിയിലുടനീളം നമുക്ക് കാണാനാവുക. ഇതൊരു സമർപ്പണമാണ് ഭക്തരെ സംബന്ധിച്ച്. അതിലുപരിയായിട്ട് ഭഗവതിക്ക് കൊടുക്കുന്നു എന്നുള്ള സങ്കല്പം വിശ്വാസികൾക്ക് ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിൽ ആനയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള സങ്കല്പം. എന്താണെങ്കിലും ഇത്തരത്തിൽ വളരെ ഒരു നാട്ടിൻ പുറത്ത് ഉത്സവത്തിനൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന എല്ലായിടത്തും പക്ഷെ കാണാൻ കഴിയാത്ത അങ്ങനെയുള്ള പല കാഴ്ചകൾക്കും നമുക്ക് ഈ ഒരു പൂര വിളംബരത്തിന്റെ ദിവസം നെയ്തലക്കാവുമ്മയുടെ കൂടെ ഈ എഴുന്നള്ളത്തിൽ പങ്കെടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഈ തൃശ്ശൂരുകാർക്ക് ഇതൊന്നും പുതുമുള്ളതായിരിക്കില്ല. അവരൊക്കെ ഇതൊക്കെ ഈ എഴുന്നള്ളത്ത് വരുമ്പോൾ പറ നിറച്ചു കൊടുക്കുന്നതും അവില് കൊടുക്കുന്നതും അതെല്ലാം തൃശ്ശൂരുകാർക്ക് പൊതുവെ ഒരു കാഴ്ച മാത്രമാണ്. പക്ഷെ തൃശ്ശൂരിന് പുറത്തുള്ളവർക്ക് ഒരുപക്ഷെ ഇതൊക്കെ അത്ര കൗതുകമുള്ള കാഴ്ചകൾ കൂടിയാണ്. എന്തായാലും നെയ്തലക്കാവിൽ അമ്മയുടെ പുറപ്പാടാണ്. ഘോഷയാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിയോരങ്ങളിൽ നിന്ന് ഭക്തജനങ്ങളുടെയൊക്കെ സ്നേഹമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് എറണാകുളം ശിവകുമാർ തിടം പേറ്റിക്കൊണ്ട് വടക്കുന്നാഥ സന്നിധിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 10:30 ഈ ഘോഷയാത്ര അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഘോഷയാത്ര പുരോഗമിക്കുന്നു. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പൂരപ്രേമികളുടെ ഭക്തജനങ്ങളുടെ ആവേശത്തെ തെല്ലും കെടുത്തില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഇത്തവണയും പൂരത്തിന് സുരക്ഷിതമായി എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അധികൃതർ എല്ലാവരും പറയുന്നത്. നമുക്കറിയാം, പൂരങ്ങളുടെ പൂരം എന്ന് വെറുതെ പറയുന്നതല്ലല്ലോ. കേരളത്തിലെ എണ്ണം പറഞ്ഞ കൊമ്പന്മാർ, താളവാദ്യ രംഗത്തെ കുലപതികൾ, പ്രൗഢമായ കരിമരുന്ന് പ്രയോഗം, എല്ലാത്തിനും മീതെ കാണികളുടെ ആവേശോജ്വലമായ പങ്കാളിത്തം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ നാളെ തെക്കിൻകാട് മൈതാനിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ മന്ത്രി കെ രാജൻ ന്യൂസ് 18നോട് പറഞ്ഞിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഇത്തവണയും ചുമതലക്കാരുണ്ട്. സ്വരാജ് റൌണ്ടിൽ നിന്ന് തന്നെ വെടിക്കെട്ട് ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയും എന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ പ്രതികരണം കൂടി കേൾക്കാം.